സഭയുടെ വിശുദ്ധാരാമത്തിലേക്ക് ഒരു വൈദികനും കൂടി. കേരളത്തിനകത്തും പുറത്തും സൈക്കിളിലേറി സുവിശേഷം പ്രഘോഷിക്കുകയും പാവങ്ങൾക്ക് പ്രത്യാശയുടെ ദൂത് പകരുകയും ചെയ്ത സൈക്കിൾ അച്ഛനാണിത്. ഫാദർ ജോസഫ് മാന്നുള്ളിൽ കപ്പുച്ചിൻ എന്നാണ് യഥാർത്ഥ പേരെങ്കിലും പലർക്കും ആ പേര് ഇന്നും അറിയില്ല. കുറവിലങ്ങാട് മാന്നുള്ളിൽ കുടുംബത്തിൽ 1936 ജനുവരി 1 ജനിച്ച കുഞ്ഞന്തോണി പിന്നീട് കപ്പുച്ചിൻ സഭയിൽ ചേർന്ന് ഫാദർ ജോസഫ് മാന്നുള്ളിൽ എന്ന വൈദികനായി. ദൂരയാത്രയ്ക്ക് പോലും മറ്റ് വാഹനങ്ങളെ ആശ്രയിക്കാതെ പലപ്പോഴും അച്ഛൻ തൻ്റെ സന്യാസ വസ്ത്രങ്ങൾ അണിഞ്ഞ് ആ സൈക്കിളിൽ പോകുമായിരുന്നു. മൈസൂറും പൊള്ളാച്ചിയിലും വരെ അച്ഛൻ അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. ആയിരങ്ങളുടെ ഹൃദയങ്ങളെ തൊടാനും ക്രിസ്തുവിലേക്ക് അവരെ നയിക്കാനും ഈ യാത്ര അച്ഛന് സഹായകരമായി. വെയിലും മഴയും മോശം വഴിയിലൂടെയുള്ള യാത്രയും സഹിച്ച് അച്ഛൻ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞതുപോലെയുള്ള ഒരു സുവിശേഷ പ്രസംഗമായിരുന്നു അത്. വാക്കുകൾ ഉപയോഗിക്കാതെയുള്ള സുവിശേഷ പ്രസംഗം. സൈക്കിൾ അച്ഛന് ഓർക്കുമ്പോൾ ഒരുപാട് സ്നേഹവും ബഹുമാനവും തോന്നുന്ന നിമിഷങ്ങളാണ്. ക്രിസ്തു സ്നേഹം എങ്ങനെയാണ് ജീവിക്കുക എന്ന് ഒരുപക്ഷെ കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും പറ്റിയ ദിവസങ്ങളായിരുന്നു അച്ഛനൊപ്പം 7-8 വർഷം ജീവിച്ചപ്പോൾ ഉണ്ടായത്. സൈക്കിളിൽ യാത്ര ചെയ്ത് പാവങ്ങളുടെ വീട് വീടാന്തരം കയറിയിറങ്ങി അവരെ സഹായിക്കുകയും രോഗികളെ ആശ്വസിപ്പിക്കുകയും കുട്ടികൾക്ക് മൂല്യങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്ത് കടന്നുപോയ ഒരു നല്ല സന്യാസി. 1989 കാലഘട്ടത്തിൽ ആലുവ കപ്പുച്ചിൻ സെന്റ് തോമസ് മിഷൻ ഞാൻ താമസിക്കുമ്പോൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ലാളിത്യം ഒക്കെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. ലളിത ജീവിതം, പ്രാർത്ഥനാ ശൈലി, നീതിപത്തിൽ അടിവിശ്വം വഴി സൂക്ഷിക്കുന്ന സൗമ്യതയുടെ പുഞ്ചിരിക്കുന്ന മുഖം, ഇതെല്ലാമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. നിങ്ങൾക്കറിയാവുന്ന പോലെ അച്ഛനെ എല്ലാവരും പറഞ്ഞിരുന്നത് സൈക്കിൾ അച്ഛൻ എന്ന പേരിലാണ് അച്ഛൻ അറിയപ്പെട്ടിരുന്നത്. അച്ഛൻ സൈക്കിളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് അച്ഛൻ പറഞ്ഞ കാര്യം അതും മനുഷ്യരുമായിട്ടുള്ളൊരു ബന്ധം പുലർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അച്ഛൻ പറഞ്ഞു നമ്മൾ ബൈക്കിന് പോവുകയാണെങ്കിൽ നമ്മൾ പോകുന്നു ആരുമായിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കാനായിട്ട് പറ്റുന്നില്ല. സൈക്കിളിന് പോവുകയാണെങ്കിൽ നമുക്ക് പോകുന്ന വ്യക്തികളെ കാണാനായിട്ട് പറ്റുന്നുണ്ട്, അവിടെ ചിരിക്കാനായിട്ട് പറ്റുന്നുണ്ട്, കുശലാന്വേഷണം നടത്താനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അച്ഛൻ തീർച്ചയായിട്ടും ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് അച്ഛൻ സൈക്കിള് തൻ്റെ സാധാരണ യാത്രയ്ക്കായിട്ട് അച്ഛൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം അതായിരുന്നു. ആഴ്ചയിൽ 2 ദിവസം രോഗികളെ സന്ദർശിക്കാനായി ജില്ലാ ആശുപത്രിയിലും ജില്ലാ ആയുർവേദ ആശുപത്രിയിലും പോയിരുന്ന അച്ഛൻ രോഗികളെ സന്ദർശിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും അവർക്ക് കുമ്പസാരത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. പാവങ്ങളെ സഹായിക്കുന്നതിൽ പ്രത്യേക താല്പര്യം എടുത്തിരുന്ന അച്ഛൻ്റെ നല്ല മനസ്സിനെ ചിലപ്പോൾ മറ്റുള്ളവർ ചൂഷണം ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ എല്ലാം യാത്രകൾ, ദീർഘയാത്രകളെല്ലാം സൈക്കിളിലാണ്. വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് അച്ഛൻ സൈക്കിളിൽ അല്ലാതെ പോയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ബീച്ച് കണ്ണാറ ചെന്നായി പാറയ്ക്കൊക്കെ സൈക്കിളിൽ പോയിട്ടുള്ള ആളാണ്. അത് കഴിഞ്ഞ് പറ്റാണ്ടായപ്പോഴാണ് നമ്മളെ ബുള്ളറ്റ് വരുമ്പോ നമ്മളെ വണ്ടിയുടെ പിന്നിൽ കയറി. അത് വെഞ്ചിരിപ്പിന് ആര് വിളിക്കാൻ വന്നാലും ഞാൻ വന്നോളാന്ന് പറയുള്ളൂ. ആള് വണ്ടി കൊണ്ട് വേണ്ടെന്ന് പറയും. അപ്പൊ എന്നിട്ട് ആള് സൈക്കിളിന് വലിയൊരു ബാഗൊക്കെ ഉണ്ടാവും, ഹാൻഡ് ബാഗ്. അപ്പൊ പിന്നെ കുറെ ലാസ്റ്റ് വന്നപ്പോ അവര് അച്ഛൻ കാണാണ്ട് ഇവിടുന്ന് അച്ഛനെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് 1-2 ബ്രദർമാർക്ക് ചുമതലയുണ്ടായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വന്ന പാർട്ടി അറിയാണ്ട് പിന്നെ പോയിട്ട് അവരോട് ആ സമയത്ത് കാർ കൊണ്ട് വരാൻ പറയും, അല്ലെങ്കിൽ ആ സൈക്കിളിട്ട് അവിടെ വരെ പോകും. ധ്യാനം എവിടെയെങ്കിലും മൈസൂരുണ്ട്. അപ്പൊ അച്ഛൻ നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറയണേ. അപ്പൊ മൈസൂര് ധ്യാനുണ്ട്, അല്ലെങ്കിൽ കോയമ്പത്തൂര് ഒക്കെ പോയിട്ടുള്ള അങ്ങനെയൊക്കെ പോയിട്ടുള്ള വിവരങ്ങൾ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ബിസിനസ് സംബന്ധമായിട്ട് തമിഴ്നാട്ടിൽ പോവാറുണ്ട്. പപ്പയുടെ ബിസിനസ് സംബന്ധിച്ച് തിരിച്ചു വരും. ഈ തിരുമൂർത്തി മല ഡാമിൽ കൂടി ആണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്ന ഏറെക്കുറെ ഉടമൽപ്പെട്ട് എത്താറായപ്പോൾ നല്ല മഴയുണ്ട്. ആ മഴയ്ക്ക് സൈക്കിളച്ചിനെ പെട്ടെന്ന് റോഡിൽ കണ്ടു. ഉടനെ കാറ് നിർത്തിയിട്ട് ഞാൻ വേഗം തോർത്തെടുത്ത് തലേക്കൊന്ന് തോർത്തി കൊടുത്തപ്പോൾ ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ഞാൻ പൊള്ളാച്ചി വരെ പോവാണ്, ഈ സൈക്കിളിൽ തന്നെയാ പോവാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി സൈക്കിളിൽ തന്നെയാന്ന്. പക്ഷെ ആരെങ്കിലും ഈ മഴയത്ത് പോവെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇതാക്കി. അപ്പോൾ പറഞ്ഞു അതല്ല മോളെ, ഞാൻ ഇവിടെ ഇങ്ങനെ ഒരിടത്ത് പോയതാണ്,
ഒരു കോളനിയിൽ പോയി കുറച്ച് പാവപ്പെട്ടവരെയും അതേപോലെ തന്നെ രോഗികളെ കണ്ട് അവരോട് വർത്തമാനം പറഞ്ഞിരുന്നപ്പോൾ നേരം വൈകി. വാസ്തവത്തിൽ നല്ല സങ്കടം തോന്നി ആ മഴയത്ത് പോണ കണ്ടപ്പോൾ. ഒരിക്കലും അച്ഛൻ്റെ അടുത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നു, അദ്ദേഹത്തെ ആരൊരു കള്ളക്കേസിൽ കുടുക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഈ തുടർച്ചയായിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവേണ്ട ഒരു അവസ്ഥ വന്നു. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു പക്ഷേ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കില്ല, ആരും എൻ്റെ കൂടെ നിൽക്കാനായിട്ടില്ല എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ തന്നെ ആ മനുഷ്യൻ്റെ കൂടെ പോയി. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മണിക്കൂറുകൾ അവിടെ ചെലവഴിക്കുകയും ആ മനുഷ്യൻ്റെ ആ കേസ് അവസാനിക്കുന്നവരെ കൂടെ നിൽക്കാനായിട്ട് അങ്ങനെ ഒരു സംഭവം അച്ഛൻ്റെ ജീവിതത്തിൽ ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാ മാസത്തിൻ്റെയും 1-ാം തീയതി ആലുവായിൽ വന്ന് വിദേശ കപ്പുച്ചൻ സഹോദരന്മാരിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ സംഭാവനകൾ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഒരു നല്ല ഇടയൻ. ആള് ഓരോ വീടുകളിൽ വെഞ്ചിരിപ്പിന് പോയിട്ട് വരുമ്പോ അവര് കൊടുക്കുന്ന എന്തെങ്കിലും സംഭാവനകൾ ഉണ്ടെങ്കിൽ അത് പള്ളിയിലെത്തില്ല. വരും വഴിക്ക് ഇപ്പൊ പാവങ്ങളുടെ വീടായാലും അത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനിയും മുസ്ലിമും നോക്കില്ല, പാവങ്ങളുടെ വീട് കണ്ട ആ വീട്ടിൽ കൊടുക്കും. ഒരിക്കലും ആരോ പറഞ്ഞു അച്ഛനെ പലരും ചില പറ്റിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനൊരു പോലീസ് ഇൻസ്പെക്ടർ അല്ല, വരുന്ന വ്യക്തിയുടെ നിയോഗശുദ്ധിയെ അന്വേഷിച്ചറിയാനായിട്ട് ഞാനൊരു പോലീസ് ഇൻസ്പെക്ടർ അല്ല, ഞാനൊരു സന്യാസ വൈദികനാണ്, സഹോദരനാണ്. ദൈവം എനിക്ക് തന്ന കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയെ സഹായിക്കുക, സ്നേഹിക്കുക, അതാണ് എന്നെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം. ഞാനിത് ചെയ്യുന്നു എന്ന് അച്ഛൻ വളരെ എളിമയോടുകൂടി പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നു. 10-12 വർഷമായിട്ടുള്ള താമസിച്ചിരുന്നു. അവിടെ ഞങ്ങൾക്ക് കുറച്ച് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എന്നൊക്കെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അച്ഛനെ ഒരു ദിവസം വെഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അച്ഛൻ വെഞ്ചരിച്ചു. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണം. അങ്ങനെ 3-5 കൊല്ലം പിന്നെ അവിടെ താമസിച്ചു. അങ്ങനെ അച്ഛൻ അന്ന് വെഞ്ചരിച്ച് തന്നിട്ടുള്ള വെള്ളമാണ്, ഒരു വലിയൊരു ഡബ്ബയിലാണ് വെഞ്ചരിച്ചത്. ആ വെള്ളമാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് പകത്ത് ഇവിടെ വെക്കുന്ന ഒരു കുപ്പിയിൽ അതിൽ ഞാൻ തെളിക്കാറുണ്ട്. എനിക്ക് പലപ്പോഴും അറിയാം, ഞാൻ കാൽവ്യാസത്തിൽ വരുമ്പോൾ രാത്രി സമയങ്ങളിൽ കാറ് വന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കാണാറുണ്ട്. ഞാൻ അന്നത്തെ സുപ്പീരിയറായിട്ടുള്ള ഫ്രാൻസിസ് ക്രിസ്റ്റി അച്ഛനോട് ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കാറുണ്ട്. അച്ഛനത് വളരെ ഒരു സങ്കടകരമായ രീതിയിലാണ് പറയാറ്. രാത്രി മുഴുവൻ ഉറക്കുളച്ച് വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ക്ഷീണനാകുന്നു. എന്നാലും അച്ഛൻ അതൊരു ഹരമായിരുന്നു വീടുകളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. സ്വജീവിതം ജീവിച്ചു കാണിച്ച ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ സഭയിൽ വളരെ ചുരുക്കമായിരിക്കും. ആശ്രമത്തിൽ കുമ്പസരിക്കാൻ വരുന്നവരെ കുമ്പസാരത്തിനായി ഒരുക്കി അവരുടെ പാപസങ്കീർത്തനം കേൾക്കാൻ മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ വീടുകളിൽ പോയിരുന്ന അച്ഛൻ മിക്കവാറും രാത്രിയിലാണ് ആശ്രമത്തിൽ തിരിച്ചെത്തിയിരുന്നത്. എങ്കിലും ക്ഷീണവും ആലസ്യവും ഒന്നും കണക്കാക്കാതെ അടുത്ത പ്രഭാതത്തിൽ ദിവ്യബലിക്ക് അണയുകയും ചെയ്യും. പുത്തമ്പള്ളിയിൽ മിക്കവാറും അച്ഛന് ഉണ്ടാവാറുണ്ട് കുമ്പസാരിക്കാനായിട്ട്. അവൈലബിലിറ്റി ആണല്ലോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മളൊരു മനുഷ്യന് വേണ്ടി ഇപ്പോൾ ഇവിടേക്ക് കൗൺസിലിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അപ്പോഴേക്കും നമുക്ക് ശ്വാസം കിട്ടും. ഇപ്പോൾ മനുഷ്യന് വേണ്ടി 1 മണിക്കൂർ കൂടുതൽ കൊടുക്കാന്നുള്ളത് ഇപ്പോൾ ആരും, കാരണം ഇപ്പോൾ 10,000 വേണ്ടിയിട്ടാണ് ആൾക്കാർ 1 മണിക്കൂർ കൊടുക്കുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടി 1 മണിക്കൂർ കൊടുക്കുക എന്നുള്ളത് പുതിയ കാലഘട്ടത്തിൽ ആർക്കും തന്നെ അംഗീകരിക്കുക, അല്ലെങ്കിൽ പെയ്ഡ് കൗൺസിലിംഗ് ആയിരിക്കണം. അപ്പോൾ അവർ 10 മിനിറ്റ് 15 മിനിറ്റ് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു. പക്ഷേ മാധുവിലച്ചൻ കുമ്പസാരത്തിന് വേണ്ടി മാത്രം 1 ഡേ ആണ് എടുക്കുക. 1 ഡേ അല്ല, ആദ്യത്തെ ദിവസം വരുമ്പോൾ കുമ്പസാരത്തിൻ്റെ കാര്യങ്ങൾ ഇനി കുമ്പസാരിക്കേണ്ട ലിസ്റ്റ് കൊടുക്കും, ഇന്ന കാര്യം ഒരുങ്ങി വരാൻ പറയും. പിന്നെ വരുന്ന സമയത്ത് ചോറൊക്കെ ആയിട്ട് വരണം, ഉച്ചക്കത്തെ ചോറൊക്കെ ആയിട്ട് വരണം. കാരണം അവർ 5 തൊട്ട് 6 മണിക്കൂർ ഒരു കുമ്പസാരം എടുക്കുമായിരുന്നു. അതെടുക്കാൻ വെച്ചാൽ അത്ര സമയം മനുഷ്യന് വേണ്ടി മാറ്റി വയ്ക്കുന്നത്. സമയം കൂടുതലെടുക്കും. അതിന് കാര്യങ്ങൾ കുറെ ചോദിച്ചറിയാനുണ്ടോ, നമ്മൾ പറയണത് മാത്രമാവില്ല അച്ഛൻ കേൾക്കാം. നമ്മളോട് പലരും ചോദിച്ചറിയും, അതിന് അച്ഛൻ നിൽക്കും. ഒരു ട്രിപ്പ് തന്നെ കുമ്പസാരിക്കണ്ട, പിന്നെ കുമ്പസാരിക്കേണ്ടി വരില്ല. അതുപോലെയാണുള്ള ഇത്. പിന്നെ നമുക്ക് അത് തീർക്കൽ കറക്റ്റ് ചെയ്ത് പോകും. എന്ത് നമുക്കൊരു പ്രയാസം തോന്നി കഴിഞ്ഞാലും അച്ഛൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞാൽ അച്ഛൻ ഉടനെ പ്രാർത്ഥിക്കാൻ വരും. പക്ഷെ ആ കാര്യം സാധിച്ചിരിക്കും. അത് ഞങ്ങളുടെ ഒരു അനുഭവമല്ല, പല അനുഭവങ്ങളാണ് ഞങ്ങൾക്ക്. കാൽവരി ആശ്രമത്തിൽ ഞാനും അച്ഛനും അടുത്തടുത്ത മുറികളിലാണ് താമസിച്ചിരുന്നത്. അച്ഛൻ്റെ പ്രാർത്ഥനാ ചൈതന്യത്തിൻ്റെ ഓർമ്മ ഇന്നെൻ്റെ മനസ്സിലുണ്ട്. രാവിലെ ഞാൻ ഉണർന്ന് എൻ്റെ മുറിക്ക് പുറത്തേക്ക് കിടക്കുമ്പോൾ പലപ്പോഴും അച്ഛൻ്റെ റൂമിലേക്ക് ഉറങ്ങാൻ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആള് പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പഴയ കാലത്തെ പ്രാർത്ഥന ചെല്ലാം ലത്തീൻ ഭാഷയിലാണ് ആള് പരിപാടികൾ ചെയ്യാൻ.
എൻ്റെ മക്കളുടെ നെറ്റി പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ സാധാരണ ഇവിടെ എല്ലാ അച്ഛന്മാരും കാണാൻ മലയാളത്തിലാണ്. പക്ഷെ ആളിൽ എത്തിയില്ലല്ലോ പ്രാർത്ഥിക്കാത്തത്. അത് പ്രാർത്ഥന ഒരു കുറച്ച് നേരം ഉണ്ടാവും. 2005 ജൂലൈ 9 സൈക്കിൾ അച്ഛൻ മരിച്ചപ്പോൾ ഒരു പത്രത്തിലെ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു: സൈക്കിളില്ലാത്ത ലോകത്തേക്ക് സൈക്കിൾ അച്ഛൻ. അതെ, സൈക്കിൾ ഓടിച്ച് ക്രിസ്തുവിൻ്റെ സുഗന്ധം മനുഷ്യഹൃദയങ്ങളിലേക്ക് പരമാവധി എത്തിച്ച സൈക്കിൾ അച്ഛൻ വിശുദ്ധ പദവിയിലേക്ക് ഉയരാൻ കാത്തിരിക്കുകയാണ് ആയിരങ്ങൾ.